2015 ഡിസംബർ 23-ന് ഉമ്മൻചാണ്ടി പത്രസമ്മേളനത്തിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണ്? കേരളത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിലെ കാലതാമസവും കുടിശ്ശികയും ഉമ്മൻചാണ്ടി ആ പത്രസമ്മേളനത്തിൽ അംഗീകരിച്ചിരുന്നു. 6 മുതൽ 11 മാസം വരെയുള്ള കുടിശ്ശികയുണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചു. അപ്പൊ 6 മുതൽ 11 മാസം വരെ കുടിശ്ശികയുണ്ടെന്ന് പറയുന്നത് എപ്പോഴാണ്? 2015 ഡിസംബർ മാസത്തിലാണ്. എന്ന് വെച്ചാൽ നവംബർ മാസം വരെയുള്ള കണക്കായിരിക്കുമല്ലോ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. ഡിസംബർ ആ മാസത്തിലാണല്ലോ വാർത്താ സമ്മേളനം. അപ്പൊ അത് കുടിശ്ശികയല്ല. അപ്പൊ നവംബർ വരെ 11 മാസം വരെ കുടിശ്ശികയുണ്ട്. പിന്നെ നവംബറിന് ശേഷം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തിലാണ് ഇലക്ഷൻ. എന്ന് വെച്ചാൽ വീണ്ടും ഏകദേശം 6 മാസം. ഇപ്പൊ 11 + 6 17 ഉമ്മൻചാണ്ടി തന്നെ സമ്മതിക്കുന്നുണ്ട് കുടിശ്ശിക. ഉമ്മൻചാണ്ടി പറഞ്ഞ ഈ കാര്യമാണ് ആര് പറയുന്നത്? വി ഡി സതീശൻ നിഷേധിക്കുന്നത്. വി ഡി സതീശൻ പറയുന്നത് വെറും 2 മാസമേ കുടിശ്ശികയുള്ളൂ. ഒരു സാമാന്യ മര്യാദ വേണ്ടേ?